നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും മെറി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും മീൻസ് ഗൈഡൻസ് മെസ്സേജിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് കാണാത്തവരോട് ഇവിടെ പ്രത്യേകം പറഞ്ഞാണ്. ഓക്കെ, എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹോപ്പ് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് വളരെ പോസിറ്റീവായിട്ട് എല്ലാവരും മൈൻഡ് കീപ്പ് ചെയ്യുക. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് റീഡിങ് ചെയ്യാൻ സത്യം പറഞ്ഞ ഒരു ടെൻഷൻ ഉണ്ട്, നല്ല പോസിറ്റീവ് വന്നില്ലെങ്കിലോ. എന്തായാലും നോക്കാം. ഓക്കെ, എനിക്ക് നോക്കാൻ തോന്നിയ ഒരു ക്വസ്റ്റ്യൻ ഇന്ന്, നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യുമോ, അവർ മിസ് ചെയ്യുന്നുണ്ടോ, ഓക്കെ, അവർക്ക് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ചിന്തയുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മിസ്സിങ് എനർജി, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ നോക്കാം. നിങ്ങൾ തമ്മിൽ നോ കോൺടാക്ട് ആവണം എന്നൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് കൂടെ ഇല്ല, നിങ്ങൾ സംസാരം എന്ന് പറ്റിയിട്ടില്ല, അങ്ങനെയൊക്കെ ആണെങ്കിലും ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ടോ നോക്കാം. അവരുടെ എനർജി എന്താണ്? ഇന്നിപ്പോൾ ചിലപ്പോൾ ബിസിയൊക്കെ ആയിരിക്കാം. ഓക്കെ, ബട്ട് എന്നാലും അതിൻ്റെ ഇടയിലും അല്ലേ, നമ്മൾ പറയില്ലേ, നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു മിസ്സിങ് എനർജി കിടക്കുന്നുണ്ടോ നോക്കാം. ഓക്കെ, മജീഷ്യൻ ആണ്, 6 of Pentacles, 4 of Wands, കൂടുതൽ എടുക്കുന്നില്ല. ഓക്കെ, Knight of Cups, 8 of Pentacles ആൻഡ് ഇവിടെ Priestess and 10 of Cups. Wow, Prince of Cups. Awesome. ഓക്കെ, ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് നോക്കിയെന്നേ ഉള്ളൂ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ കുറച്ച് പേര് അവരൊരു എന്താ പറയുക, സ്ട്രെങ്ത് വെച്ച് നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് പേർക്ക്, എല്ലാവർക്കും എന്നല്ല, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ പറയാം. അവർ ഇമോഷണൽ ആവുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. ഇന്നത്തെ ദിവസം അവർ നിങ്ങളെക്കുറിച്ച് ഇമോഷണലായിട്ട് ചിന്തിക്കുന്നുണ്ട്, പക്ഷെ അവർ അവനവനെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ്, അവരുടെ ഇമോഷൻസ് ഒന്ന് കൺട്രോളിൽ നിർത്തുകയാണ്. ഓക്കെ, അവർക്ക് ആക്ഷൻ എടുത്ത് വരണം എന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, ബട്ട് അവർ ഇപ്പോൾ ഐ തിങ്ക് പല കാര്യങ്ങളിലും അവർ ബിസി ആയിരിക്കാം, ഞാൻ പറഞ്ഞ പോലെ. കാരണം ഇവിടെ ഫാമിലി എന്ന രീതിയിൽ പറയാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും അവരുടെ ലൈഫിലുണ്ട് എന്ന് പറയാം. അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ, ചിലവർക്ക് മാരീഡ് സിറ്റുവേഷൻ, ചിലവർക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ വേറെ കാര്യങ്ങൾ, ജോലിയുടെയും കാണുന്നുണ്ട്, ജോലിയുടെ തിരക്കുകൾ ഉണ്ടാവാം. ഇന്നത്തെ ദിവസം ശരിക്കും ലീവാണ്, ബട്ട് എന്നാലും വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫാമിലിക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ ഫാമിലി പറയുമ്പോൾ പാരൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് വരിക, കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും തിരക്കിലായിരിക്കും അല്ലേ. സോ അതുകൊണ്ടായിരിക്കാം വർക്ക് എന്ന് പറയുമ്പോഴും നമ്മൾ ലൈക്ക് ആ രീതിക്ക് എടുത്തോളൂ നിങ്ങൾ. അവർ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട്, ഓടി നടക്കണു, എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻ്റെ സമയത്ത് തിരക്കുണ്ടാവും, ഫാമിലി വന്നു, ഗസ്റ്റ് വന്നു, അങ്ങനെയൊക്കെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ എടുത്തോളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും അവർ ബിസി ആയിരിക്കാം ഇന്നത്തെ ദിവസം. ഓക്കെ, ഏസ് ഓഫ് കപ്സ്. ഓക്കെ, നിങ്ങളെ ഓർക്കുന്നില്ല എന്ന് വിചാരിക്കുക വേണ്ട കേട്ടോ, ഒരു ഡൗട്ടും വേണ്ട നിങ്ങൾക്ക്. ഏസ് ഓഫ് കപ്സ് ഇന്നലെ ആക്ച്വലി ഇന്നലത്തെ റീഡിങ് നിങ്ങൾക്ക് എനിക്കറിയില്ല, ഞാൻ ചുമ്മാ ഒരു ട്രയൽ നോക്കിയതാണ്. ആ രീതിക്ക് എനിക്ക് ഒരു രസം, വെറുതെ ഒന്ന് മാറ്റി നോക്കിയത്, എപ്പോഴും ഒരേപോലെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു ഇന്നലെ ഒന്ന് മാറ്റി. അതിലും ഏസ് ഓഫ് കപ്സ് ഇന്നലെ വന്നിരുന്നു, ഇവിടെയും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഫീലിങ്സ്, യെസ്, വളരെ സ്ട്രോങ് ആയിട്ട് അവർക്ക് ഫീലിങ്സ് ഉണ്ട്, ഒരുപാട് ഇമോഷണലായിട്ട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളോട് സ്നേഹമുണ്ട്, എക്സ്പ്രസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ മജീഷ്യനാണ് ഫസ്റ്റ് വന്നത്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ ഇങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്തില്ലെങ്കിലും അവർ ചിലപ്പോൾ നിങ്ങളുടെ അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പോകരുത്. ഓക്കെ, അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അവരെ മനസ്സിലുണ്ട്, പക്ഷെ നിങ്ങൾ ഓർഡർ നിൽക്കണ്ട. ഓക്കെ, അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുമായിട്ട് ശരിക്കും അവർക്ക് നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ വേണം, അല്ലെങ്കിൽ അവർക്ക് വേണം എന്ന ആഗ്രഹമുണ്ട്, നിങ്ങളെ വേണം ലൈഫിൽ എന്ന രീതിക്കും ഉണ്ട്. എനിക്ക് ഇവിടെ 4 of Wands ആണ്. ഞാൻ പറഞ്ഞ പോലെ ചിലവർക്ക് മാരേജ് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് സ്റ്റേബിൾ ആയിട്ടൊരു ലൈഫ് അവർ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു മീറ്റിംഗ്, നിങ്ങളുമായിട്ടൊരു ലൈഫ് എല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഫീലിങ്സ് അവർക്ക് എക്സ്പ്രസ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. ഓക്കെ, പക്ഷെ അവർ ഇന്ന് തിരക്കിലാണ്. ഓക്കെ, കുറച്ച് കാര്യങ്ങളിൽ അവർ മേ ബി ഞാൻ പറഞ്ഞു അവനവനെ അവർ കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ട്. ഒരുപാട് സ്വയം ഇങ്ങനെ എന്താ പറയുക, അവനവൻ്റെ ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
കാരണം ഇവിടെ ഉണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ വേണം വെച്ച് നമ്മൾ ജോലി അങ്ങനത്തെ കാര്യങ്ങളിൽ തിരക്ക് പിടിച്ച് അവനവനെ തന്നെ ബിസി ആക്കി വെക്കുക എന്ന രീതിയിലാണ്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത്രയും ഫീലിങ്സ് ഉണ്ട്. മേ ബി ഇമോഷണൽ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാതിരിക്കാനായിരിക്കാം, അതുകൊണ്ടാണ് സ്ട്രെങ്ത് വെച്ച് അവർ മറക്കുന്നത്. ഇത് മറക്കുക എന്ന രീതിയിലും പറയാം. അവരെ മൈൻഡിൽ ഹിഡൻ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്, സ്നേഹമാണ്, എല്ലാം ഉണ്ട് അവരുടെ ഉള്ളിൽ. ഓക്കെ, മിസ്സിംഗ് എനർജി ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഡെഫിനറ്റ്ലി ഉണ്ട്, മിസ്സിംഗ് എനർജി ഉണ്ട്. അവർ നിങ്ങളോട് വരണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ചിലവർ റീസൺസ് കൊണ്ട് മാറി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഫാമിലി തിരക്കായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയുക, ജോലി അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിൽ അവർ തിരക്കിലോ എന്തെങ്കിലും അതുകൊണ്ട് മാറി നിൽക്കുന്നതായിരിക്കാം. പക്ഷെ തീർച്ചയായിട്ടും ഐ തിങ്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, കാരണം എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് 1 ഉണ്ട്. യെസ്, എവിടെയോ എനിക്കിതൊരു ഇതും 6 ആണ്, ഇത് 4 ആണ്. സോ 6+4 10 ഉണ്ട്, 1 ആണ് അഗൈൻ. എവിടേക്കോ എനിക്കൊരു ഒരു നല്ല സ്ട്രോങ് ഫീലിംഗ് എനിക്ക് വരുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കമ്മ്യൂണിക്കേഷൻ വരുമെന്ന രീതിക്ക് തോന്നുന്നുണ്ട്. ഊപ്സ്, സോറി. ഒരു 2 കാർഡ് കൂടി എനിക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒരു ഗൈഡ് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. അവരുടെ ഭാഗത്തു നിന്ന് ആക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമോ നോക്കാം. ലവേഴ്സ് കാർഡ്, 3 of Pentacles, King of Cups and Ace of Swords again. നേരത്തെ വന്ന അതേ കാർഡ്. ഞാൻ പറഞ്ഞു അവർക്ക് നിങ്ങളുടെ ടുവേർഡ്സ് ആക്ഷൻ എടുക്കും അവർ. ഓക്കെ, ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എത്രയും വേഗം ഓക്കെ ഉണ്ടാവും, പേടിക്കേണ്ട. ഇന്നത്തെ ദിവസം അവർ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഒരു ഡൗട്ടും വേണ്ട. കിങ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, ലവേഴ്സ് എനർജിയാണ്, റിയൂണിയൻ എനർജിയാണ്. ഇന്ന് കുറേ പേർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു നിങ്ങൾക്കൊരു വിഷോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ അവരെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾ ഡൗട്ട് ചെയ്യേണ്ട, അവർ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓക്കെ, പേഴ്സൺ എങ്ങാനും സംസാരിച്ച് വന്നാൽ, മെസ്സേജ് വന്നാൽ, ഓക്കെ, നിങ്ങൾ എന്തേ ഇത്ര ദിവസം വന്നില്ല, എന്താണ് ഇങ്ങനെ ചെയ്ത്, എന്തായിരുന്നു എന്നെ ഇതാക്കി, അങ്ങനെയൊന്നും പറയാതിരിക്കുക. ഓക്കെ, ജസ്റ്റ് വന്ന് സംസാരിക്കുമ്പോൾ വളരെ ശാന്തമായിട്ട് നിങ്ങൾ ആൻസർ കൊടുക്കാം. ഓക്കെ, ശാന്തമായിട്ട് നിങ്ങൾ റിപ്ലൈ ചെയ്യുക. ഓക്കെ, അവർ നിങ്ങളെ വിഷ് ചെയ്താൽ തിരിച്ച് വിഷ് ചെയ്യുക. ഓക്കെ, ഹാപ്പി ആയിട്ട് സംസാരിക്കാം. ഓക്കെ, എല്ലാം ഓക്കെ അല്ലേ, സുഖമല്ലേ എന്നൊക്കെ അന്വേഷിക്കുക. ഓക്കെ, ആ രീതിയിൽ വളരെ ശാന്തമായിട്ട് നിങ്ങൾ അവനവനെ ഒന്ന് പേഷ്യൻസ് കീപ്പ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട, എന്തായാലും അവർ വരികയാണെങ്കിൽ വരട്ടെ. എനിക്ക് ഇവിടെ റിയൂണിയൻ എനർജി വളരെ സ്ട്രോങ് ആണ് ഇന്നത്തെ ദിവസം. അവരുടെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അവർ ഫീലിങ്സ് ഉണ്ട്, ലവേഴ്സ് ആണ്, 3 of Pentacles ആണ്. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. നേരത്തെ നമ്മൾ ഏസ് ഓഫ് കപ്സും പറഞ്ഞു. എല്ലാം വളരെ പോസിറ്റീവ് കാർഡ്സ് ആണ്. ഓക്കെ, സോ ബസ് ചിലവർ പക്ഷെ മാറി നിൽക്കുന്നുണ്ട് എന്ന് മാത്രം. അതിപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഈഗോവോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഓക്കെ, പോട്ടെ. ഓക്കെ, തൽക്കാലം നമുക്ക് നോക്കാം കുറച്ച് മെസ്സേജസ് കൂടി. ഇടക്ക് ആബ്സെൻസ്, സെൽഫ് ലവ്, റിഗ്രറ്റ്, ഇറീപ്ലേസിബിൾ ആണ് കേട്ടോ. ഓക്കെ, ഓക്കെ, കൺഫ്യൂഷൻ, അൺവർത്തി, dishonesty, ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചോദിച്ചത് അതാണ്, മിസ് ചെയ്യുന്നുണ്ടോയെന്ന്. യെസ്, ഡെഫിനറ്റ്ലി മിസ് ചെയ്യുന്നുണ്ട്. മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയും ഉണ്ട് ഇവിടെ, ആൻഡ് റെമിനൈസിങ്ങും ഉണ്ട്. റെമിനൈസിങ് എന്ന് പറയുമ്പോഴും നമ്മൾ എന്താ പറയുക, മിസ്സിങ് എനർജി തന്നെയാണ്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ കെമിസ്ട്രി, നിങ്ങൾ തമ്മിൽ വളരെയധികം സ്ട്രോങ് കെമിസ്ട്രി ഉണ്ട്. ഓക്കെ, ഞാനിവിടെ ഓക്കെ കാണുന്നത് എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ എന്നാണ്. ഞാൻ ആക്ച്വലി എൻ്റെ മനസ്സിൽ ക്വസ്റ്റൻ ഉണ്ടായിരുന്ന ഹോപ്പ് വന്നിട്ടുണ്ട്, പറയാം. ആബ്സെൻസ്, ഓക്കെ, നിങ്ങളില്ലാതിരിക്കുമ്പോൾ, നിങ്ങൾ തമ്മിൽ അകന്ന് നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ ഒരു പാർട്ട് മിസ് ചെയ്യുന്ന പോലെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അവരുടെ ഒരു പാർട്ട് തന്നെ അവർക്ക് നിങ്ങളുടെ തീർച്ചയായിട്ടും അകന്ന് നിൽക്കുമ്പോൾ അവർ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, അവർ എന്തോ നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് അവർക്കുണ്ട്. ഐ എം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ എന്ന് പറയുന്നുണ്ട്. ഇത് സെൽഫ് ലവിൻ്റെ കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവനവനെ കെയർ ചെയ്യുന്ന ഒരു ഇതിലാണ്. അതായത് നിങ്ങൾ തമ്മിലുണ്ടായ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ഓക്കെ, അവർ പകന്ന് നിന്നിട്ട് അവനവനെ ഒന്ന് ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർ എന്തെങ്കിലും മിസ്റ്റേക്സോ അവരുടെ ഭാഗത്ത് എന്ത് തന്നെ വന്നിട്ടുണ്ടെങ്കിലും ഐ തിങ്ക് അതൊന്ന് അവർ ശരിയാക്കാനുള്ള ഒരു സമയം എടുക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, റിഗ്രറ്റ് ഉണ്ട് അവർക്ക് നിങ്ങളെ വിട്ടുപോയതിന്, തീർച്ചയായിട്ടും റിഗ്രറ്റ് ഉണ്ട്. ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. ഓക്കെ, അതിൻ്റെ ഇവിടെ കൺഫ്യൂഷൻ, ഡിസോണസ്റ്റി എല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഐ തിങ്ക് തേർഡ് പാർട്ടി ചൂസ് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായി കാണാം. തേർഡ് പാർട്ടി എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് യു ആർ എ ബെറ്റർ പേഴ്സൺ ദാറ്റ് ഐ ആം. അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് ദാറ്റ് നിങ്ങൾ വളരെ ഒരു എന്താ പറയുക അർഹിക്കുന്നുണ്ട് ചില
മീൻസ് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അറിയിക്കുന്നത്. അവർ നിങ്ങളോട് ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയല്ല, അവർക്കറിയാം അവർ തെറ്റ് ചെയ്തു എന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബെറ്റർ അർഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ബൈ ലൈങ് ഐ റിപ്ഡ് അസ് അപ്പാർട്ട്. അവർ നിങ്ങളുടെ അടുത്ത് നുണകൾ പറഞ്ഞിട്ടുണ്ടാവാം, എന്തെങ്കിലും ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം. കൺഫ്യൂഷൻ, ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെയർ വി സ്റ്റാൻഡ്. അവർക്ക് കുറച്ച് ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മൈൻഡിൽ. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ശരിയല്ല, ഫാമിലി ആയാലും ജോലി ആയാലും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മൈൻഡിൽ ഇപ്പോൾ. ആൻഡ് ഇവിടെ പക്ഷെ അവർക്ക് അറിയാം നിങ്ങൾ ഇറപ്ലേസബിൾ ആണ്. എന്ന് വെച്ചാൽ നിങ്ങളെ ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളെ പോലെ വേറെ ആരും ഇല്ല. അതുകൊണ്ടാണ് അവർ മിസ് ചെയ്യുന്നത്. അവരൊരു പാർട്ട് മിസ് ചെയ്യുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നത്. സോ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ വേറെ ബെറ്റർ പേഴ്സൺ ഡിസേർവ് ചെയ്യുന്നു എന്നാണ് അവർക്ക് തോന്നുന്നത്. ആൻഡ് ഇവിടെ അൺഅപ്രീഷിയേറ്റഡ് എന്നുണ്ട്. ഐ ഫെൽറ്റ് ലൈക്ക് യു ഡിൻ കെയർ എന്ന് പറയുന്നുണ്ട്. ഇത് അവർക്ക് ഐ ഡോണ്ട് നോ എന്താ അങ്ങനെ തോന്നാൻ റീസൺ എന്നറിയില്ല. അവർക്ക് തോന്നുന്നത് നിങ്ങൾ കെയർ ചെയ്തില്ല എന്ന് എവിടെ ഒരു മൈൻഡിൽ വന്നിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇത് അത്രയ്ക്ക് അങ്ങനെ ആ രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മേ ബി അവർക്ക് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ അവർ ആഗ്രഹിച്ച പോലെ ചിലപ്പോൾ നിങ്ങൾ പെരുമാറി കാണില്ല. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അവർക്ക്. പക്ഷെ അത് ഒരു ഇത്തരം ഈഗോ അല്ലേ. ഓക്കെ, എനിവേ ഹോൾഡിങ് ബാക്ക്, ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ് മൈസെൽഫ് ബെറ്റർ. അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തിട്ടില്ല ക്ലിയർ ആയിട്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അവർ ഹോൾഡ് ബാക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അകന്നിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ അകന്ന് മാറി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് ഐ ഹാവൻ ഗിവൺ അപ്പ് ഓൺ ആസ് യെറ്റ്. ഓക്കെ, ഞാൻ ഹോപ്പ് ഉണ്ട് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് അവർ വരും. നിങ്ങൾ തമ്മിൽ കെമിസ്ട്രി ഉണ്ട്, എല്ലാം പറഞ്ഞു ഞാൻ. ഓക്കെ, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ അവർക്കും ആഗ്രഹമുണ്ട്. ബട്ട് ഐ തിങ്ക് ഇപ്പം നിങ്ങളെ ഫേസ് ചെയ്യാൻ വയ്യ അവർക്ക്. അതുകൊണ്ടാണ് ലേശം മാറി നിൽക്കുന്നത്. ഓക്കെ, വിട്ടേക്കുക, അവർക്ക് സ്പേസ് കൊടുക്കുക, സമയം കൊടുക്കുക. ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും അവർ മിസ് ചെയ്യുന്നുണ്ട് എന്തായാലും. ഓക്കെ, എന്തായാലും നല്ലൊരു ദിവസമായിരിക്കട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മെരി ക്രിസ്മസ് വൺസ് മോർ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസം ആവട്ടെ. നന്ദി, നമസ്കാരം.